ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറേ ആയി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, എന്ന് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോസുകൾ, ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോസുകൾ. അപ്പോൾ ഇന്ന് ഗോതമ്പ് മാവ് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിചാരിച്ച എന്താ ഒരു വീഡിയോ പിടിച്ചിട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഗോതമ്പ് പൊടി ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണം, കുറച്ചിട്ടാൽ മതി പഞ്ചസാര. പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടണം. അപ്പോൾ അത് വേണമെന്നില്ല, എന്നാലും ഇടേണ്ടവർക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഇതുപോലെ ക്രീമി ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ഏത്തയ്ക്ക നല്ല നൈസായിട്ട് അരിഞ്ഞ്, പിന്നെ ഇത് ഞാൻ എൻ്റെ ചീനിച്ചട്ടിയുടെ ആ ഒരു വലുപ്പത്തിനാട്ടോ അരിഞ്ഞിരിക്കുന്നത്. വലിയ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വലുപ്പത്തിന് വേണമെങ്കിൽ ആ ഒരു കായ എടുക്കുക. എന്നിട്ട് നൈസായിട്ട് വേണം അരിയാനായിട്ട്. എന്നിട്ട് പൊരിച്ചെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ എപ്പോഴും കടകളിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടലമാവിലല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു മാവിലുണ്ടാക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ലതായിട്ട് കഴിക്കാനൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുന്നതായിരുന്നു. പിന്നെ അധികം ഓയിലൊന്നും ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ചട്ടിയാണെങ്കിലും അധികം ഓയിൽ അങ്ങ് വലിച്ചെടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഇത് പൊരിച്ചിരിക്കുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇതറിയാം. പിന്നെ ഞാനൊരു ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഉള്ളിവടയൊക്കെ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.